അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചെയ്യുന്ന ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ വുളൂഉ ചെയ്യുക എന്നുള്ളത്. ഈ വുളൂഉ ഒരാൾ നിത്യമാക്കിയാൽ, എല്ലാ സമയത്തും വുളൂഉ ഉള്ളവനായി തീർന്നാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഗുണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയാണ്. 10 നിഅമത്തുകൾ ഉള്ളവനായി അവൻ ആവുകയാണ്. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തെ തർഗബുൽ മലായികതു ഫീ സുഹ്ബത്തിഹി. വുളൂ എന്നും നിത്യമാവുമ്പോഴേക്ക് മലായികങ്ങൾ തന്നെ അവർ ആഗ്രഹിക്കുകയാണ്. അവർ നമ്മളെ കൂടെ എങ്ങനെ കൂടാൻ അവർക്ക് വളരെ ആഗ്രഹമാണ്. അത് വലിയൊരു വിഷയമാണ്. മലായികങ്ങൾ നമ്മളെ കൂടെ കൂടുക എന്ന് പറയുന്നത് നമുക്ക് അത് വലിയൊരു കാവലാണ്. നമ്മളെ ഭൗതികമായ ജീവിതത്തിലും ആത്മീയമായ ജീവിതത്തിലും അതേ പല തെറ്റുകളിൽ നിന്നൊക്കെയും പിന്മാറാൻ അത് വലിയ കാരണമാകുന്നു. അല്ല, വുളൂഓടുകൂടി ഉണ്ടായാൽ എങ്ങനെയാണ് തെറ്റിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല. ആ വുളൂഇൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കുറേ തെറ്റുകളിൽ നിന്ന് പിന്മാറാനുള്ള ആ വലിയ തൗഫീക്ക് കിട്ടും. അത് കാരണം മലായികങ്ങളുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമതായി മഹാന്മാർ പറയുന്നു, ലാ യസാലുൽ ഖലമു റത്ബൻ മിൻ കിതാബിഹി സവാബിഹി. നമ്മൾ വുളൂഉ ചെയ്യുന്നവരാവുമ്പോഴേക്ക് നമ്മുടെ നന്മകൾ എഴുതപ്പെടുന്ന കിതാബുകളിൽ നിത്യമായി നമ്മൾ ഇബാദത്ത് ചെയ്തവരായിട്ട് എഴുതപ്പെടുകയാണ്. നോക്ക്, ഒരു ദിവസം രാവിലെ മുതൽ നമ്മൾ രാത്രി വരെ വുളൂ ഉള്ളവരായിത്തീർന്നാൽ, അത് ഇടയ്ക്ക് വുളൂ നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വുളൂ എടുത്ത്, അങ്ങനെ ദായിമൽ വുളൂ, നിത്യമായി വുളൂ ഉണ്ടാവലോടുകൂടെ അന്നത്തെ ദിവസം ഫുള്ളായി നമ്മൾ ഇബാദത്ത് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് വലിയൊരു വിഷയമാണ്. ഒരു സമയത്ത് നമ്മൾ വുളൂ എടുത്താൽ പിന്നെ ആ വുളൂ എന്നുള്ള ഇബാദത്ത് നിത്യമായി നമ്മൾ ഉണ്ടാവുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വുളൂ എന്നുള്ള ഇബാദത്ത് നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്മകൾ എഴുതപ്പെടുമ്പോൾ നിത്യമായി ഒരു ഇബാദത്തുള്ളവനായി നമ്മെക്കുറിച്ച് എഴുതപ്പെടുകയാണ്, രേഖപ്പെടുത്തുകയാണ്. അത് വലിയൊരു തൗഫീഖാണ്. മൂന്നാമതായി മഹാന്മാർ പറയുന്നു, തസ്ബീഹുൽ അഅ്ളാഇഹി വ ജവാരിഇഹി. വുളൂ ഉള്ളവനാവലോടുകൂടെ നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ അത് റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നതാവുകയാണ് എന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി ലാ തഫാതുഹു തക്ബീറത്തുൽ ഊല. ഒരാൾക്ക് നിത്യമായി വുളൂ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിത്യമായി അവനിക്ക് ജമാഅത്ത് കിട്ടുകയും, ജമാഅത്ത് മാത്രമല്ല, ഒന്നാമത്തെ റക്അത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് കൈകെട്ടുമ്പോഴേക്ക് അവനിക്കും കൈകെട്ടാനുള്ള അവസരമുണ്ടാവുകയാണ്. എന്തേ കാരണം? അവനൊന്നും നിത്യ വുളൂ ഉള്ളവനാണല്ലോ. അപ്പോൾ വുളൂ ഉള്ളവനാവുമ്പോഴേക്ക് പിന്നെ അവന് നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയും. അപ്പം നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിലെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഇമാമോടുകൂടെ ആ സമയത്ത് തന്നെ നമുക്ക് കൈകെട്ടാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് അത് ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ കാരണമാവുകയാണ്. അപ്പോൾ അതാണ് ഒരു വുളൂ നിത്യമായവനിക്ക് കിട്ടാവുന്ന വലിയൊരു തൗഫീഖാണ്. അഞ്ചാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇദാ നാമ ബഅസ മലക്കൻ യഹ്ഫദുഹു മിൻ ശർരി സഖലീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വുളൂ ഉള്ളതോടുകൂടെ കിടന്നുറങ്ങുമ്പോൾ, അത് രാത്രിയാവട്ടെ പകലാവട്ടെ, വുളൂ ഉള്ളതോടുകൂടെയാണ് കിടന്നുറങ്ങുക എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്ക് നമ്മളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ മലക്ക് നമ്മെ കാത്തു രക്ഷിക്കുകയാണ് എല്ലാ ഷർറിൽ നിന്നും. ദുനിയയായ ഷർറാവട്ടെ, ഇൻസിയായ ഷർറാവട്ടെ, ജിന്നിയായ ഷർറാവട്ടെ, ശൈത്താനിയത്താവട്ടെ, എല്ലാത്തിൽ നിന്നും ആ മലക്ക് നമ്മൾക്ക് കാവൽ നിൽക്കുകയാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ആറാമത്തത് യുസഹിറുല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത്. മുഖ്യമായി വുളൂ ഉള്ളവനിക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു തൗഫീഖാണ്. മരണപ്പെടുന്ന സമയത്ത് അവൻ്റെ സകറാത്തിൽ മൗത്ത് അള്ളാഹു എളുപ്പമാക്കുകയാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. വല്ലാത്തൊരു നാമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണല്ലോ, എന്നും ഭയപ്പെടുന്ന ഒരു വിഷയമാണല്ലോ നമ്മുടെ മരണം. എങ്ങനെയായിരിക്കും മരണവേദന, എങ്ങനെയായിരിക്കും? അതിന് വലിയ എളുപ്പമായി കിട്ടാൻ വലിയൊരു അമലാണ്
ഉദൂ നിത്യമാക്കുക എന്നുള്ളത്. അവസാനമായി ഏഴാമത്തത് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, അയ്യകൂന ഫീ അമാനില്ലാഹി തആല മാദാമ അലൽ ഉദൂ. ഒരാൾ ഉദൂഇൽ ഉണ്ടാവുമ്പോഴേക്ക് അവൻ അള്ളാഹുവിൻ്റെ കാവലിലാവുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിലാവുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാവുകയാണ്. അത് വലിയൊരു തൗഫീഖാണ്. അങ്ങനെ മഹാന്മാർ ഒരാൾ ഉദൂ നിത്യമാക്കിയാൽ കെട്ടാവുന്ന 7 നേറ്റങ്ങളാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 7 നേറ്റങ്ങളും നാം ആഗ്രഹിക്കുന്നവരാണ്. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതേ നിത്യമായി ഉദൂ ഉള്ളവരാകണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.